എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും തന്നെ ഹിന്ദി പഠിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത്, അല്ലേ? അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നമായിട്ട് കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് ഇംഗ്ലീഷിൽ സംസാരിക്കുക, അതിൽ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നതൊക്കെ സ്വപ്നം കാണുന്ന ആളുകളുണ്ടാവും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ഇൻസ്പയർ ആവുന്ന ഒരു മൂവിയാണ് ഇംഗ്ലീഷ് വിംഗ്ലീഷ്. ശ്രീദേവിയാണ് അതിലെ മെയിൻ റോള് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസിൽ ഒന്നാണ് ഇംഗ്ലീഷ് വിംഗ്ലീഷ്. ആ ഒരു സിനിമ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അറിയില്ല എന്ന കാരണം കൊണ്ട് അപമാനിതയാവുന്ന ഒരമ്മയുടെ കഥ പറയുന്ന, അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ കഥ പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എനിക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. അത് നമുക്ക് ഒരു പുതിയൊരു ലാംഗ്വേജ് പഠിക്കാൻ ഒരുപാട് ഇൻസ്പിറേഷൻ തരുന്നൊരു മൂവി കൂടി ആയതുകൊണ്ട് അതിലെ കുറച്ച് ഡയലോഗ്സ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, ഹിന്ദി പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇവിടെ നായിക ശ്രീദേവിയും അവരുടെ ഹസ്ബൻഡുമായിട്ടുള്ള ഫോൺ കൺവെർസേഷൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത്. സന്ദർഭം ഇതാണ്, അവരുടെ മകളുടെ പാരൻസ് മീറ്റിംഗ് ആണ് സ്കൂളിൽ. അപ്പം അച്ഛന് വരാൻ സാധിക്കില്ല, അമ്മയോട് ചെല്ലാൻ പറയുവാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഹലോ, ക്യാ ഹോ ഗയാ? ഹലോ, ക്യാ ഹോ ഗയാ? ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്. ഓക്കെ, എന്ത്, വാട്ട്. ഹോ ഗയാ സംഭവിച്ചു, പറ്റി. ഓക്കെ, ക്യാ ഹോ ഗയാ എന്ത് പറ്റി, എന്ത് സംഭവിച്ചു. അതായത് അമ്മ ഹസ്ബൻഡോട് ചോദിക്കുവാണ് എന്ത് പറ്റി, എന്താ പ്രശ്നം എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. സപ്ന ക്യൂ ചില്ലാ റഹിയേ? സപ്ന ക്യൂ ചില്ലാ റഹിയേ? സപ്ന അവരുടെ മകളുടെ പേരാണ്. ക്യൂ മീൻസ് എന്തിന്, വൈ, എന്തുകൊണ്ട്. ഓക്കെ, ചില്ലാ രഹി ഹേ, ചില്ലാന എന്ന് പറഞ്ഞാൽ ബഹളം വെക്കുക. ഓക്കെ, ചില്ലാന ബഹളം വെക്കുക. രഹി ഹേ, ചില്ലാ രഹി ഹേ. രഹി എന്ന് നമ്മൾ എപ്പോഴാണ് പ്രയോഗിക്കുന്നത്? പ്രസന്റ് കണ്ടിന്യൂസിലാണ്, ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെ? അതായത് മകൾ അവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചില്ലാ രഹി ഹേ. സപ്ന സ്ത്രീലിംഗ് ആയതുകൊണ്ടാണ് ഇവിടെ ചില്ലാ രഹി ഹേ. ഓക്കെ, അപ്പോ സപ്ന ക്യൂ ചില്ലാ രഹി ഹേ, സപ്ന എന്തിനാ ബഹളം വെക്കുന്നത് എന്ന് അമ്മ ചോദിക്കുവാണ്. അതായത് ഇവിടെ PTA മീറ്റിംഗിൽ അച്ഛന് വരാൻ പറ്റില്ല, അമ്മയാണ് കൂടെ പോവേണ്ടത്. അത് മകൾക്ക് ഇഷ്ടമല്ല. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് ഇനിയുള്ള ലൈൻസിൽ നിന്ന് മനസ്സിലാവും. നോക്കാം. തും ജാവോ ഉസ്കെ സാത്ത്, തും ജാവോ ഉസ്കെ സാത്ത്. തും ജാവോ എന്ന് വെച്ചാൽ ഭാര്യയോട് പറയുവാണ്, നീ പോകൂ. ജാവോ പോകൂ, തും ജാവോ നീ പോകൂ. ഉസ്കെ സാത്ത്, കെ സാത്ത് എന്ന് പറഞ്ഞാൽ വിത്ത്, കൂടെ. ഉസ്കെ സാത്ത് മീൻസ് അവളുടെ കൂടെ. ഓക്കെ, നീ പോകൂ അവളുടെ കൂടെ, നീ അവളുടെ കൂടെ പൊക്കോളൂ എന്ന് അച്ഛൻ ഫോണിലൂടെ പറയുവാണ്. തും ജാവോ ഉസ്കെ സാത്ത്. അപ്പൊ അമ്മ തിരിച്ചു ചോദിക്കുവാണ്, മേ ക്യാ ബോലൂങ്കി വഹാ? മേ ക്യാ ബോലൂങ്കി വഹാ? മേ മീൻസ് ഞാൻ, ക്യാ എന്ത്, ബോലൂങ്കി ഫ്യൂച്ചർ ടെൻസിലാണ്, പറയും. ഓക്കെ, എന്ത് പറയും. ഓക്കെ, ക്യാ ബോലൂങ്കി എന്ത് പറയും. വഹ മീൻസ് അവിടെ. ഓക്കെ, ദർ, വഹ അവിടെ. മേ ക്യാ ബോലൂങ്കി വഹ? ഞാൻ അവിടെ എന്ത് പറയാനാ? അതായത് ഞാൻ അവിടെ ചെന്നിട്ട് എന്ത് പറയാനാണ്, ഞാൻ എന്ത് പറയും. ഓക്കെ, അതായത് അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, അവിടെ ചെന്നാൽ അമ്മയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ അമ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഇംഗ്ലീഷിൽ മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് മകൾക്ക് അമ്മയെ കൂടെ സ്കൂളിൽ കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തത്. ഓക്കെ, ബാക്കി എല്ലാ കാര്യത്തിനും അമ്മ വേണം, പക്ഷെ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ അമ്മ അവിടെ മാറ്റി നിർത്തുവാണ്. മേ തുമാരേ സാത്ത്. അപ്പോ ഇനി അമ്മയും മകളും തമ്മിലുള്ള കൺവേഴ്സേഷൻ ആണ്. മേ തുമാരേ സാത്ത്. അമ്മ പറഞ്ഞു തുടങ്ങുവാണ്, ഞാൻ നിന്റെ കൂടെ, അതായത് അച്ഛൻ പറയുന്നത് ഞാൻ നിന്റെ കൂടെ സ്കൂളിൽ വരണം എന്നാണ് എന്ന് പറഞ്ഞ അമ്മ തുടങ്ങുവാണ്. മേ തുമാരേ സാത്ത്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു കെ സാത്ത് എന്ന് പറഞ്ഞാൽ കൂടെ എന്നാണ് അർത്ഥം. ഇവിടെ തും പ്ലസ് കെ ആണ് തുമാരെ. തുമ്മിന്റെ കൂടെ കെ ചേരുമ്പോ തുമാരെ ആവും. നിന്റെ കൂടെ തുമാരെ സാത്ത്. ഓക്കെ, മേ തുമാരെ സാത്ത്, ഞാൻ നിന്റെ കൂടെ, ഞാൻ നിന്റെ കൂടെ വരണമെന്നാണ് അച്ഛൻ പറയുന്നത്. ഓക്കെ, ആ രീതിയിൽ പറയുവാണ്. അപ്പോൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് മകൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യിക്കുവാണ്. ജറൂരത് നീ, ജറൂരത് നീ എന്ന് വെച്ചാൽ എന്താ? ആവശ്യമില്ല. ജറൂരത് മീൻസ് ആവശ്യം, ജറൂരത് നീ ആവശ്യമില്ല. മേ കഹ് ദൂംഗി തും ബീമാർ ഹോ. മേ കഹ് ദൂംഗി, മേ ഞാൻ, കഹ് ദൂംഗി മീൻസ് പറയും. ഓക്കെ, ഞാൻ പറഞ്ഞോളാം എന്നാണ് അർത്ഥം. കഹ് ദൂംഗി
ഞാൻ പറഞ്ഞോളാം. അതും ഫ്യൂച്ചർ ടെൻസ് ആണ്, പറയും എന്നുള്ള അർത്ഥത്തിൽ അല്ലെ. മേ കഹദൂംഗി തും ബീമാർ ഹോ. ബീമാർ എന്താണ്? രോഗിയാണ് അല്ലെ. നിങ്ങൾ രോഗിയാണ്, നിങ്ങൾക്ക് വയ്യാന്ന് ഞാൻ പറഞ്ഞോളാം. മേ കഹദൂംഗി തും ബീമാർ ഹോ. അതായത് അമ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് അമ്മയെ അവരുടെ മുമ്പിൽ കൊണ്ടുപോകാൻ മകൾക്ക് കഴിയില്ല. അതിനു വേണ്ടി അമ്മയ്ക്ക് അസുഖമാണെന്നും അമ്മയ്ക്ക് PTA മീറ്റിംഗിൽ വരാൻ കഴിയില്ലെന്നും ഞാൻ പറഞ്ഞോളാം എന്ന് ഒരു മകൾ അമ്മയോട് പറയുവാണ്. ഓക്കെ. അപ്പോ ഇവിടെ സത്യം പറഞ്ഞാൽ അമ്മയെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് അല്ലെ. അമ്മ വേഗം ആ ഒരു വേദനയിൽ പറയുവാണ്, ബീമാർ ക്യൂ ബോൾത്തോ ന മർ ഗയി. ബീമാർ ക്യൂ ബോൾത്തോ ന മർ ഗയി. ബീമാർ ക്യൂ. ബീമാർ രോഗി. ക്യോ എന്തിനാ അല്ലെ. ബീമാർ ക്യോ രോഗിയാണെന്ന് എന്തിനാ പറയുന്നേ അല്ലെ. രോഗിയാണെന്ന് എന്തിനാ. ബോൾത്തോന മർ ഗയി. ബോൾത്തോ എന്ന് വെച്ചാ പറഞ്ഞോന്നേ. ഓക്കെ. ബോൾത്തോന പറഞ്ഞോന്നേ. മർഗയി. മർഗയി മീൻസ് മരിച്ചുന്ന്. രോഗിയാണെന്ന് എന്തിനാ മരിച്ചെന്ന് പറഞ്ഞൂടെ. ഓക്കെ. ബീമാർ ക്യോ ബോൾത്തോന മർഗയി. രോഗിയാണെന്ന് എന്തിനാ മരിച്ചെന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കുവാണ്. ഓക്കെ. നമ്മൾ എപ്പോഴും അമ്മമാരൊരിക്കലും കുട്ടികൾക്ക് വയ്യ എന്നുള്ള പേരിൽ ഒരു കള്ളം പറയാറില്ല അല്ലെ. ഇപ്പോൾ എന്തെങ്കിലും ലീവ് എടുക്കുമ്പോഴോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കുവാണെങ്കിലും ഒരിക്കലും ഒരമ്മയും കുട്ടികൾക്ക് വയ്യ എന്നുള്ള പേരിൽ ആരും തന്നെ നമ്മളൊരു അവധി എടുക്കില്ല. ഓക്കെ. കള്ളം പറഞ്ഞ് അവധി എടുക്കുവാണെങ്കിൽ ആ ഒരു പേരിൽ ഓഫീസ് സ്ഥലങ്ങളിൽ ഒന്നും പറയില്ല. കാരണം എല്ലാവർക്കും അത്ര പ്രിയപ്പെട്ടതാണ് മക്കൾ. അപ്പം അതുപോലെ തന്നെയാണ് മക്കൾക്ക് അമ്മമാരും അല്ലെ. അമ്മമാർക്ക് വയ്യ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ഒരു കള്ളം പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ സിനിമയാണ്, സിനിമയിലെ ഡയലോഗാണ്, പക്ഷെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് അത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. PTA കാ മത്ലബ് ഹി ജാൻതേ ഹോ. അപ്പൊ മകള് പിന്നെയും ചോദിക്കുകയാണ്, PTA കാ മത്ലബ് ഹി ജാൻതേ ഹോ. PTA കാ മത്ലബ് ഹി ജാൻതേ ഹോ. അപ്പൊ ഇവിടെ അമ്മയോട് ചോദിക്കുകയാണ്, അതുകൊണ്ടാണ് ഇവിടെ ഹോ വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് PTAയുടെ അർത്ഥം എന്താണെന്ന് അറിയാവോ? മത്ലബ് മീൻസ് അർത്ഥം. ജാൻതേ ഹോ, ജാന അറിയുക, ജാൻതേ ഹോ അറിയാമോ. ഇവിടെ തും എന്നുള്ള വാക്കില്ല, പക്ഷെ അത് സൈലന്റ് ആണ്. അതായത് ഫുൾ സെന്റൻസിൽ പറഞ്ഞിട്ടില്ല, ഡയലോഗ്സ് അല്ലേ, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അങ്ങനെ പറയണം എന്നില്ല. നിങ്ങൾക്കറിയാമോ അല്ലെ PTAയുടെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ. അപ്പോൾ ആ നിങ്ങൾ എന്നുള്ള വാക്ക് അവിടെ ഉണ്ട്, പക്ഷെ ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിലും ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എൻഡിങ്ങിൽ ഹോ വരുന്നത്. ഓക്കെ. PTA കാ മത്ലബ് ഹി ജാൻതേ ഹോ. PTAയുടെ അർത്ഥം എന്താണെന്നെങ്കിലും അറിയാവോ. ഓക്കെ. മത്ലബ് ഹി. ഹി എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം അത് തന്നെ എന്നുള്ള അർത്ഥത്തിൽ സ്ട്രെസ് ചെയ്ത് പറയാനോ അതിനെക്കുറിച്ച് തന്നെ സ്ട്രെസ് ചെയ്ത് പറയുമ്പോഴാണ് ഹി യൂസ് ചെയ്യുന്നത്. ഇവിടെ മത്ലബ് ഹി മീൻസ് അർത്ഥമെങ്കിലും. ഓക്കെ. PTA കാ മത്ലബ് ഹി ജാൻതേ ഹോ. PTAയുടെ അർത്ഥമെങ്കിലും അറിയാവോ, അതെന്താണെന്ന് അറിയാവോ എന്ന് ചോദിക്കുവാണ്. ഓക്കെ. അപ്പൊ അമ്മ വേഗം പറയുവാണ്, നെയ് PTA കാ മത്ലബ് നീ ജാൻതി ഹൂ ലേക്കിൻ പാരന്റ് കാ മത്ലബ് ജറൂർ ജാൻതി ഹൂ. ഓക്കെ. എന്താ പറയുന്നത്? നെയ്. നെയ് എന്ന് വെച്ചാ ഇല്ല. PTA കാ മത്ലബ് നീ ജാൻതി ഹൂ. PTA കാ മത്ലബ് നെയ് ജാൻതി ഹൂ. നെയ് മീൻസ് ഇല്ല, ജാൻതി ഹൂ അറിയാം, നെയ് ജാൻതി ഹൂ അറിയില്ല. PTAയുടെ അർത്ഥം അറിയില്ല. PTA കാ മത്ലബ് നീ ജാൻതി ഹൂ. PTAയുടെ അർത്ഥം അറിയില്ല. ലേക്കിൻ. ലേക്കിൻ എന്ന് പറഞ്ഞാൽ പക്ഷേ, ബട്ട് എന്നാണ് അർത്ഥം. ലേക്കിൻ പാരന്റ് കാ മത്ലബ് ജറൂർ ജാൻതി ഹൂ. പാരന്റ് കാ മത്ലബ് ജറൂർ ജാൻതി ഹൂ. പാരന്റ് കാ മത്ലബ് മീൻസ് പാരന്റ് എന്ന വാക്കിന്റെ അർത്ഥം ജറൂർ. ജറൂർ മീൻസ് ഉറപ്പായും. ഓക്കെ. ജറൂരത്ത് നമ്മൾ നേരത്തെ പഠിച്ചു, ആവശ്യം. ജറൂരത്ത് ആവശ്യം, ജറൂർ ഉറപ്പായും. അപ്പൊ ഇവിടെ എന്താ അമ്മ പറയുന്നത്? നീ PTA കാ മത്ലബ് നീ ജാൻതി ഹൂ ലേക്കിൻ പാരന്റ് കാ മത്ലബ് ജറൂർ ജാൻതി ഹൂ. PTAയുടെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ പാരന്റിന്റെ അർത്ഥം എന്താന്ന് ഉറപ്പായും അറിയാം, അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് അറിയാം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ അമ്മ സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് ജാൻതി ഹൂ എന്ന് വന്നത് കേട്ടോ. ഇനി അടുത്തത്, ഇതൊക്കെ പറഞ്ഞു ഈ ഒരു സംസാരമൊക്കെ കഴിയുമ്പോൾ അവളുടെ സ്കൂളിലേക്ക് PTA മീറ്റിങ്ങിന് പോവാണ്. അപ്പൊ അമ്മയും കൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ അമ്മ ചോദിക്കുകയാണ്, തുമാര ക്ലാസ് റൂം 7th യഹി ഹൈ നാ. തുമാര ക്ലാസ് റൂം 7th. തുമാര ക്ലാസ് റൂം നിന്റെ ക്ലാസ് റൂം 7th. അവളുടെ ക്ലാസ് ഏതാ? 7th ആണ്. നിന്റെ ക്ലാസ് റൂം 7th യഹി ഹൈ നാ. യഹി ഹൈ നാ എന്ന് വെച്ചാൽ എന്താ? ഇതല്ലേ. യഹി മീൻസ് ഇത്, ഹേന കൺഫേം ചെയ്ത് ചോദിക്കുക, ഹേന അല്ലേ. ഓക്കെ. യഹി ഹൈ നാ അല്ലേ.
അപ്പൊ ഇവിടെ ന എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്, പക്ഷേ ഇവിടെ അതാണോ എന്ന ഒരു കൺഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ന എന്നുള്ള പ്രയോഗം പറയാറുള്ളത് കേട്ടോ. ഇവിടെ നെഹി എന്നുള്ള അർത്ഥമല്ല, അല്ലേ അങ്ങനെയാണോ എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, യഹിയന ഇതല്ലേ, തുമാര ക്ലാസ് റൂം 7th യഹിയന, നിന്റെ ക്ലാസ് റൂം 7th ഇതല്ലേ. എന്നിട്ട് അമ്മ ജനലിൽ അതിലൂടെ ഇങ്ങനെ നോക്കി മോളോട് ചോദിക്കുകയാണ്, തുമാരി സീറ്റ് കിധർ ഹെ, തുമാരി സീറ്റ് കിധർ ഹെ. കിധർ മീൻസ് എവിടെ. ഓക്കെ, തുമാരി സീറ്റ് കിധർ ഹെ, നിന്റെ സീറ്റ് എവിടെയാണ് എന്ന് ചോദിക്കുവാണ്. അപ്പൊ കിധർ അല്ലെങ്കിൽ കഹാം രണ്ടിന്റെ മീനിങ് ഒന്നാണ്, എവിടെ, വെയോ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, തുമാരി സീറ്റ് കിധർ ഹെ, നിന്റെ സീറ്റ് എവിടെയാണ്. അപ്പോ മോള് പറയുവാണ് സീറ്റ് നെഹി ഡെസ്ക്, സെക്കൻഡ് ലാസ്റ്റ് റോ. അപ്പൊ മോൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയൊക്കെ ചോദിക്കുന്നത്, അതായത് ഭയങ്കര ദേഷ്യത്തിലാണ് മോള്. അപ്പൊ പറയാണ് സീറ്റ് അല്ല ഡെസ്ക് ആണ്, സെക്കൻഡ് ലാസ്റ്റ് റോ അവിടെയാണ്, അതാണ് എൻ്റെ ഡെസ്ക് എന്ന് പറഞ്ഞു കൊടുക്കുവാണ്. എന്നിട്ട് അമ്മയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നീട് അവിടുത്തെ പ്രിൻസിപ്പിള് അദ്ദേഹം ഒരു ഫാദറാണ്. അവര് പ്രിൻസിപ്പളും അമ്മയും ഈ മകളും തമ്മിലുള്ള കൺവെർസേഷനാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടപ്പോൾ ഫാദർ ഇംഗ്ലീഷിൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ അമ്മ അദ്ദേഹത്തോട് പറയുന്ന ഡയലോഗാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. सॉरी फादर, मैं इंग्लिश नॉट गुड, अगर आपको कोई प्रॉब्लम नहीं हो तो हम हिंदी में बात कर सकते हो प्लीज. सॉरी फादर, मैं इंग्लिश नॉट गुड, अगर आपको कोई प्रॉब्लम नहीं हो तो हम हिंदी में बात कर सकते हो प्लीज. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അത് സ്ലോയിൽ നോക്കാം. സോറി ഫാദർ, ഫാദറിനോട് സോറി പറഞ്ഞുകൊണ്ട് വളരെ ബഹുമാനത്തോടു കൂടി തന്നെയാണ് അമ്മ സംസാരിക്കുന്നത് അല്ലെ. സോറി ഫാദർ, ഫാദറിനോട് സോറി ചോദിച്ചുകൊണ്ട് പറയുവാണ്, മൈ ഇംഗ്ലീഷ് നോട്ട് ഗുഡ്, എൻ്റെ ഇംഗ്ലീഷ് അത്ര നല്ല അല്ല. അഗർ ആപ്കോ കോയി പ്രോബ്ലം നെഹി ഹോത്തോ, ആപ്കോ കോയി പ്രോബ്ലം നെഹി ഹോത്തോ എന്ന് വെച്ചാൽ എന്താ, താങ്കൾക്ക് പ്രശ്നമല്ലെങ്കിൽ, അതായത് താങ്കൾക്ക് ബുദ്ധിമുട്ടാവുന്നില്ലെങ്കിൽ ഹം ഹിന്ദി മേം ബാത് കർ സക്തേ ഹോ, നമുക്ക് ഹിന്ദിയിൽ, ഹിന്ദി മേം ഹിന്ദിയിൽ ബാത് കർ സക്തേ ഹോ, ഹിന്ദിയിൽ സംസാരിക്കാമോ. ഓക്കെ, ചോദിക്കുകയാണ് അഗർ ആപ്കോ കോയി പ്രോബ്ലം നെഹി ഹോ തോ ഹം ഹിന്ദി മേം ബാത് കർ സക്തേ ഹോ പ്ലീസ്, അല്ലേ, താങ്കൾക്ക് പ്രശ്നമൊന്നുമില്ല ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാണെങ്കിൽ നമുക്ക് ഹിന്ദിയിൽ സംസാരിക്കാവോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, സോറി ഫാദർ, എൻ്റെ ഇംഗ്ലീഷ് നല്ല അല്ല, താങ്കൾക്ക് പ്രശ്നമില്ലെങ്കിൽ ദയവായി നമുക്ക് ഹിന്ദിയിൽ സംസാരിക്കാൻ കഴിയുമോ. ഓക്കെ, അപ്പൊ ഇവിടെ സക്ന എന്നുള്ള എന്താ, പോസിബിൾ ആണോ എന്നാണ് അതിന്റെ അർത്ഥം. സക്ന മീൻസ് പോസിബിൾ. ഓക്കെ, ബാത് കർ സക്തേ ഹോ, അങ്ങനെ ചെയ്യാമോ, കഴിയുമോ. ഓക്കെ, പോസിബിൾ ആണോ. ഓക്കെ, അതാണ് അവിടെ അർത്ഥം. ഒന്നുകൂടെ നോക്കാം. സോറി ഫാദർ, മൈ ഇംഗ്ലീഷ് നോട്ട് ഗുഡ്, അഗർ ആപ്കോ കോയി പ്രോബ്ലം നെഹി ഹൈ തോ ഹം ഹിന്ദി മേ ബാത് കർ സക്തേ ഹൈ പ്ലീസ്. ഓക്കെ, താങ്കൾക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നാണെങ്കിൽ നമുക്ക് ഹിന്ദിയിൽ സംസാരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഫാദർ പറയുവാണ്, ഓഫ് കോഴ്സ് ഹിന്ദി ഹമാരാ രാഷ്ട്രീയ ഭാഷ ഹെ और हम उसमें बोलना चाहिए पर मेरा हिंदी उतना. അപ്പൊ എന്താ ഫാദർ പറയുന്നേ, ഓഫ് കോഴ്സ് അല്ലെ, തീർച്ചയായും ഹിന്ദി ഹമാര രാഷ്ട്രീയ ഭാഷ ഹെ, ഹിന്ദി ഹമാര, ഹിന്ദി നമ്മുടെ, രാഷ്ട്രീയ ഭാഷ ഹെ, രാഷ്ട്രീയ ഭാഷയാണ്, അതായത് രാഷ്ട്രഭാഷയാണ്, നാഷണൽ ലാംഗ്വേജ് ആണ്. और हम उसमें बोलना चाहिए, അതുകൊണ്ട് ഹം, ഹം മീൻസ് നമ്മൾ. ഓക്കെ, ഉസ്മേ മീൻസ് അതിൽ, ബോൽന ചായേ സംസാരിക്കണം. അപ്പോൾ ഹിന്ദി നമ്മുടെ നാഷണൽ ലാംഗ്വേജ് ആണ്, അപ്പൊ നമ്മൾ ശരിക്കും അതിലാണ് സംസാരിക്കേണ്ടത്, ഹിന്ദിയിലാണ് സംസാരിക്കേണ്ടത്. പർ മേര ഹിന്ദി ഉത്തന, പർ മേര, പർ മീൻസ് പക്ഷേ അല്ലെ, ലേക്കിൻ അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വാക്കാണ് പർ. മേര ഹിന്ദി, എൻ്റെ ഹിന്ദി, ഉത്തന, ഉത്തന മീൻസ് അത്രയും. ഓക്കെ, എൻ്റെ ഹിന്ദി അത്രയ്ക്ക് നല്ലതല്ല എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുവാണ്. ആ സെൻറ്റൻസ് കംപ്ലീറ്റഡ് അല്ല. ഓഫ് കോഴ്സ് ഹിന്ദി ഹമാര രാഷ്ട്രീയ ഭാഷ ഹെ और हम उसमें बोलना चाहिए पर मेरा हिंदी उतना. അതെ, തീർച്ചയായും ഹിന്ദി നമ്മുടെ നാഷണൽ ലാംഗ്വേജ് ആണ്, രാഷ്ട്രഭാഷയാണ്, അപ്പോൾ നമ്മൾ അതിലാണ് സംസാരിക്കേണ്ടത്, പക്ഷെ എൻ്റെ ഹിന്ദി അത്ര നല്ലതല്ല കേട്ടോ എന്ന് പറയുവാണ്. അപ്പൊ വേഗം ശ്രീദേവി പറയുവാണ്, കോയി ബാത് നീ, കോയി ബാത് നീ എന്നുവെച്ചെന്താ, നോ പ്രോബ്ലം അല്ലെ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും സംസാരിക്കുവാണ്, അവർക്ക് അറിയാവുന്ന ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് സംസാരിക്കുവാണ്. അപ്പൊ ഫാദർ പിന്നെ ഇംഗ്ലീഷിൽ അമ്മയോട് പറയുവാണ്, ഐ ആം ഫ്രം കോട്ടയം ഡിസ്ട്രിക്ട്, ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നാണ് അല്ലെ, ഞാൻ കോട്ടയം, അതായത് മലയാളിയാണ്. ഓക്കെ, ഐ ആം ഫ്രം കോട്ടയം ഡിസ്ട്രിക്ട്, ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നാണ്. അപ്പൊ വേഗം അമ്മ ചോദിക്കുകയാണ്, കോട്ടയം കേരൾ മേ ഹെന, കോട്ടയം കേരൾ മേ ഹെന അല്ലെ, കേരൾ മേം കേരളത്തിൽ, മേം പറയുന്നത് അതിൽ എന്ന് കാണിക്കാനാണ്, കേരൾ മേം കേരളത്തിൽ, ഹേന നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ന,
നാ യൂസ് ചെയ്യുന്ന എന്താ, അതല്ലേ അല്ലെ, ഉറപ്പാക്കാനാണ്. ഹേന അല്ലേ. കോട്ടയം കേരൾ മേ ഹേന, കോട്ടയം കേരളത്തിലല്ലേ. വഹാക്കി കേലേക്ക് ചിപ്സ് ബഹുത് അച്ഛാ ഹെ, വഹാക്കി കേലേക്ക് ചിപ്സ് ബഹുത് അച്ഛാ ഹെ. വഹാക്കി മീൻസ് അവിടുത്തെ, കേലേക്ക് ചിപ്സ് എന്ന് പറഞ്ഞാലോ കായ വറുത്തത് അല്ലെ. ബനാന ചിപ്സ് ബഹുത് അച്ഛാ ഹെ, വളരെ നല്ലതാണ്. വഹാക്കി കേലേക്ക് ചിപ്സ് ബഹുത് അച്ഛാ ഹെ, അവിടത്തെ കായ വറുത്തത് അല്ലെങ്കിൽ ബനാന ചിപ്സ് ബഹുത് അച്ഛാ ഹെ. ബഹുത് അച്ഛാ മീൻസ് വളരെ നല്ലതാണ്. അപ്പൊ നാടിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഫാദറിന് ഭയങ്കര സന്തോഷമായി. അപ്പൊ അദ്ദേഹം പറയുവാണ്, ഹാ വെരി ഫേമസ്, ആപ്കോ പസന്ദ്. ഹാ എന്ന് വെച്ചാൽ എന്താ, അതെ വളരെ പ്രസിദ്ധമാണ് അല്ലെ. വെരി ഫേമസ്, ആപ്കോ പസന്ദ്, താങ്കൾക്ക് ഇഷ്ടമാണോ. പസന്ദ് മീൻസ് ഇഷ്ടം. ഓക്കെ, ആപ്കോ പസന്ദ്, താങ്കൾക്ക് ഇഷ്ടമാണോ. ആപ്കോ പസന്ദ് ഹേ ക്യാ എന്ന് ചോദിക്കുകയാണ്, താങ്കൾക്ക് ഇഷ്ടമാണോ. അപ്പൊ വേഗം അമ്മ പറയുവാണ്, ബഹുത് പസന്ദ്, വളരെ ഇഷ്ടമാണ്. ഓക്കെ, ബഹുത് പസന്ദ്, വളരെ ഇഷ്ടമാണ്. അപ്പൊ ഫാദർ പറയുവാണ്, നെക്സ്റ്റ് ടൈം ഐ ഗോ मैं आपके लिए बड़ा पैकेट लाऊंगा. नेक्स्ट टाइम ഐ ഗോ मैं आपके लिए बड़ा पैकेट लाऊंगा. मैं आपके लिए, ഞാൻ താങ്കൾക്ക് വേണ്ടി ബഡാ പാക്കറ്റ്, വലിയ പാക്കറ്റ്, ലാവുങ്ക ഫ്യൂച്ചറിലെ കാര്യമാണ്, കൊണ്ടുവരും. ഓക്കെ, ലാവുങ്ക ഇവിടെ പറയുന്നത് ഒരാണാണ്, പുല്ലിംഗ ആയതുകൊണ്ടാണ് എൻഡിങ്ങില് ലാവുങ്ക. ഇനി സ്ത്രീ ആയിരുന്നെങ്കിലോ ലാവുങ്കി എന്ന് വന്നേനെ കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ടൈം ഐ ഗോ മേ ആപ്കെ ലിയെ ബഡാ പാക്കറ്റ് ലാവുങ്ക, അടുത്ത തവണ ഞാൻ പോകുമ്പോൾ താങ്കൾക്ക് ഒരു വലിയ പാക്കറ്റ് കൊണ്ടുവരാം. ഓക്കെ, അമ്മയ്ക്ക് വേണ്ടി ഒരു വലിയ പാക്കറ്റ് കൊണ്ടുവരാന്ന് പറയുവാണ്. അപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ട് മകൾ ഇരിക്കുന്നുണ്ട്. അവൾക്ക് ഇതൊന്നും ഇഷ്ടമാവുന്നില്ല. ഇവര് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്, ഇംഗ്ലീഷിലല്ല. അപ്പോൾ അതും വേറെ കാര്യങ്ങൾ സംസാരിച്ച് പോവുകയാണ്. അപ്പോൾ മകള് വേഗം അമ്മയുടെ കയ്യിലൊന്ന് തട്ടിയിട്ട് പഠിത്തത്തിന്റെ കാര്യം ചോദിക്കാൻ പറയുവാണ്. അപ്പൊ വേഗം അമ്മ ഈ ഒരു സംസാരം നിർത്തി ഫാദറിനോട് പഠിപ്പിന്റെ കാര്യം ചോദിക്കുവാണ്. അപ്പോ അമ്മ ഫാദറിനോട് ചോദിക്കുവാണ്, ഫാദർ സപ്ന ടീക് സെ പഠ് രഹി ഹൈ നാ, സപ്ന ടീക് സെ പഠ് രഹി ഹൈ നാ. അപ്പോ പ്രിൻസിപ്പളോട് അമ്മ എന്താ ചോദിക്കുന്നത്, സപ്ന ടീക് സെ നന്നായിട്ട്, ടീക് സെ മീൻസ് നന്നായിട്ട്, പഠ് രഹി ഹൈ നാ, പഠ് രഹി ഹൈ പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഹേന അല്ലേ, അതായത് പഠ് രഹി ഹൈ നാ എന്ന് വെച്ചാൽ പഠിക്കുന്നുണ്ടല്ലോ അല്ലെ. ഓക്കെ, സപ്ന ടീക് സെ പഠ് രഹി ഹൈ നാ, സപ്ന നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലെ എന്ന് അമ്മ ചോദിക്കുകയാണ്. ഓക്കെ, അങ്ങനെ മകളുടെ പഠിത്തത്തെ കുറിച്ചൊക്കെ ചോദിച്ച് പാരന്റ്സ് മീറ്റിംഗ് കഴിഞ്ഞ് അവർ തിരിച്ച് ഓട്ടോയിൽ പോകുന്ന സമയത്ത് അമ്മ മകളോട് ചോദിക്കുകയാണ്, സബ്തോ ടീക് ഹുവാന, സബ്തോ ടീക് ഹുവാന. സബ്തോ മീൻസ് എല്ലാം, ടീക് ഹുവ ശരിയാവുക, ടീക് ഹുവാന ശരിയായില്ലേ, സബ്തോ ടീക് ഹുവാന എല്ലാം ശരിയായില്ലേ, എല്ലാം ഓക്കെ ആയില്ലേ, നീ എന്നെ കൊണ്ടുപോകാൻ പേടിച്ച പോലെ അവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ, എല്ലാം ഓക്കെ ആയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മകളാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ്. അമ്മ ഹിന്ദി സംസാരിച്ചു, അതുകൂടാതെ അവിടുത്തെ പ്രിൻസിപ്പളെ കൊണ്ട് ഹിന്ദിയിൽ സംസാരിപ്പിച്ചു. അപ്പൊ എല്ലാത്തിനും ദേഷ്യമാണ്. അതുപോലെ ബനാന ചിപ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞ് സംസാരിച്ച ഒന്നും മകൾക്ക് ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ട് മകള് പറയുവാണ്, കേലേക്ക ചിപ്സ് ഫാദർ വിൻസെന്റ് ക്യാ ആപ്കി ചാച്ചായേ, കായ വറുത്തത് അല്ലെ. എന്താ ഫാദർ വിൻസെന്റ് നിങ്ങളുടെ അങ്കിളാണോ എന്ന് ചോദിക്കുകയാണ്. ഫാദർ വിൻസെന്റ് ക്യാ ആപ്കി ചാച്ചായേ, ഫാദർ വിൻസെന്റ് എന്താ നിങ്ങളുടെ അങ്കിളാണോ. നിങ്ങൾക്ക് എന്താ കേരളത്തിൽ നിന്ന് വരുമ്പോൾ ചിപ്സ് കൊണ്ടുവന്ന് തരാൻ എന്താ നിങ്ങളുടെ അങ്കിള് വല്ലാണോ എന്നുള്ള രീതിയിൽ ദേഷ്യപ്പെട്ട അമ്മയോട് ചോദിക്കുകയാണ്. അപ്പൊ വേഗം അമ്മ പറയുവാണ്, സപ്ന കിത്തനെ അച്ഛേ ഫാദർ വിൻസെന്റ്, സപ്ന കിത്തനെ അച്ഛേ ഫാദർ വിൻസെന്റ്. ഇവിടെ ഫാദർ വിൻസെന്റ് എന്ന് പറയുന്ന ഒരു റെസ്പെക്റ്റബിൾ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ റെസ്പെക്റ്റ് കൊടുക്കുന്ന വാക്കായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. സപ്ന കിത്തനെ അച്ഛേ ഹേ, അച്ഛേ ഹേ അല്ലെ. സപ്ന കിത്തനെ അച്ഛേ ഫാദർ വിൻസെന്റ്, അച്ഛേ ഹേ എന്ന് വന്നത് ഇവിടെ എന്തുകൊണ്ടാ, അവിടെ ഒരു പ്ലൂറൽ പോലെ യൂസ് ചെയ്തിരിക്കുന്നത് റെസ്പെക്റ്റ് കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. കിത്തനെ അച്ഛേ ഹേ, ഹേക്ക് കുത്തുണ്ട്. ഓക്കെ, അത് ബഹുമാന സൂചകമായിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. സപ്ന കിത്തനെ അച്ഛേ ഫാദർ വിൻസെന്റ്, എത്ര നല്ല ആളാണ്, കിത്തനെ അച്ഛേ എത്ര നല്ല ആളാണ് ഫാദർ വിൻസെന്റ് എന്ന് അമ്മ ചോദിക്കുകയാണ്. മുസ്സെ കിത്തനെ അച്ഛേ സെ ബാത് കർ രഹേ ഥേ, മുജ്സെ, മുജ്സെ മീൻസ് എന്നോട്. ഓക്കെ, മുജ്സെ എന്നോട്, കിത്തനെ അച്ഛേ സെ എത്ര നന്നായിട്ടാണ്, കിത്തനെ അച്ഛേ സെ എത്ര നന്നായിട്ടാണ്, ബാത് കർ രഹേ ഥേ, ബാത് കർ രഹേ ഥേ. രഹേ ഥേ എന്ന് പറയുന്ന എപ്പോഴാണ്, അത് പാസ്റ്റ് ടെൻസിലാവുമ്പോഴാണ്. ഓക്കെ, എന്നോട് എത്ര നന്നായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് അല്ലെ. അതുപോലെ രഹേ ഥേ എന്നുള്ളത് ഇവിടെ ബഹുമാന സൂചകമായിട്ടാണ്. രഹാധ, ഇവിടെ പുല്ലിംഗാണ് ഫാദർ വിൻസെന്റ് അല്ലെ, ആണാണ് പക്ഷെ ബഹുമാനം കൊടുക്കേണ്ട ആളാണ്. അതുകൊണ്ട് രഹാധ അല്ല വരേണ്ടത്, രഹേ ഥേ. മുझसे कितने अच्छे से
ബാത് കർ രഹേ थे എന്നോട് എത്ര നന്നായിട്ടാണ് സംസാരിച്ചത്. ഓക്കെ, मजाक में उन्होंने कुछ कहा और मैंने भी कुछ बोल दिया. മസാക് മീൻസ് തമാശയ്ക്ക്, ഓക്കെ, ജോക്കായിട്ട്. മസാക് മേം ഉനോനെ കുച്ച് കഹ, ഉനോനെ അദ്ദേഹം, കുച്ച് കഹ എന്തൊക്കെയോ പറഞ്ഞു. മസാക് മേ ഉനോനെ കുച്ച് കഹ തമാശക്ക് അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞു. ഓർ മേനെ ബി കുച്ച് ബോൾ ദിയ ഞാനും എന്തൊക്കെയോ പറഞ്ഞു. ഓക്കെ, പറഞ്ഞു പോയി എന്നുള്ള അർത്ഥത്തിലാണ് ബോൾ ദിയ. ഓക്കെ, മസാക് മേ ഉനോനെ കുച്ച് കഹ മേനെ ബി കുച്ച് ബോൾ ദിയ തമാശയ്ക്ക് അദ്ദേഹം എന്തൊക്കെയോ കുറിച്ച് പറഞ്ഞു, ഞാനും എന്തൊക്കെയോ പറഞ്ഞു. ഉൻകോ കുച്ച് ബുരാ നഹീ ലഗ അദ്ദേഹത്തിന് മോശമായിട്ടൊന്നും തോന്നിയില്ല. ഓക്കെ, ബുരാ ലഗ്ന മോശം തോന്നുക, ബുരാ നഹീ ലഗ മോശം തോന്നിയില്ല. ഉൻകോ കുച്ച് ബുരാ നഹീ ലഗ അദ്ദേഹത്തിന് മോശമായിട്ടൊന്നും തോന്നിയില്ല. ഓക്കെ, ഞാൻ അങ്ങനെ സംസാരിച്ചു വന്ന അദ്ദേഹം ആ ഒരു ജോക്കായിട്ട് തന്നെ എടുത്തിട്ടുള്ളൂ, അല്ലാതെ അദ്ദേഹത്തിന് മോശമായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ കേലേക്ക ചിപ്സിനെ കുറിച്ച് സംസാരിച്ചത് മകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. അതായത് പ്രിൻസിപ്പൾ ആയിരിക്കുന്ന ഒരാളോടാണോ അങ്ങനെ സംസാരിക്കേണ്ടത്, അങ്ങനെ സംസാരിക്കുക, അത് നിങ്ങളുടെ അങ്കിളും അല്ലാണോ എന്നുള്ള രീതിയിലാണ് മകൾ ചോദിച്ചത്. അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലേ. അദ്ദേഹം അത് തമാശയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞു, ഞാനും അതേ രീതി എടുത്തു, അല്ലാതെ അദ്ദേഹത്തിന് അത് മോശമൊന്നും ആയി തോന്നിയില്ല എന്ന് മകൾക്ക് അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. അമ്മ പറഞ്ഞു ഒന്നും മകൾക്ക് ഇഷ്ടമായിട്ടില്ല. അമ്മ പറയുവാണ്, മുझे कितना कंफर्ट महसूस करवाया, മുझे कितना कंफर्ट महसूस करवाया. महसूस करवाന എന്ന് പറഞ്ഞാൽ എന്നെ കംഫർട്ടാക്കി ഫീൽ ചെയ്യിച്ചു. ഓക്കെ, महसूस മീൻസ് ഫീൽ ചെയ്യുക, महसूस करवाया മീൻസ് ഫീൽ ചെയ്യിച്ചു, അതായത് കംഫർട്ട് ആക്കി എന്നാണ് അർത്ഥം. मुझे कितना कंफर्ट महसूस करवाया. ഹിന്ദി में बात किया, ഹിന്ദിയിൽ സംസാരിച്ചു, ബാത് കിയ സംസാരിച്ചു. ഓക്കെ, മുझे कितना कंफर्ट महसूस करवाया, ഹിന്ദി में बात किया എന്നെ എത്ര കംഫർട്ടാക്കി, ഹിന്ദിയിൽ സംസാരിച്ചു. അല്ലേ, നമ്മൾ അറിയാവുന്ന ഒരു ലാംഗ്വേജ് ആണെങ്കിൽ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ഫീൽ ചെയ്യും. അറിയില്ല എന്നാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പം നമുക്ക് അറിയാവുന്ന ലാംഗ്വേജിൽ മറ്റൊരാൾ സംസാരിക്കുന്നതാണ് നമുക്ക് കംഫർട്ട് ഫീൽ ചെയ്യുക. ഓക്കെ, അപ്പം മകള് വേഗം തിരിച്ചു പറയുവാണ്, और आपने उन्हें कितना अनकंफर्टेबल महसूस करवाया हिंदी में बात करके. അല്ലേ, और आपने उन्हें कितना अनकंफर्टेबल महसूस करवाया. പക്ഷേ താങ്കൾ അദ്ദേഹത്തെ എത്രത്തോളം അൺകംഫർട്ടബിൾ ആക്കി, അതായത് ബുദ്ധിമുട്ടിലാക്കി അല്ലേ. എങ്ങനെ, ഹിന്ദി മേ ബാത് കർക്കെ, ഹിന്ദിയിൽ ബാത് കർക്കെ ഹിന്ദിയിൽ സംസാരിച്ചുകൊണ്ട്. അതായത് അമ്മ ഹിന്ദിയിൽ സംസാരിച്ചത് അദ്ദേഹത്തിന് അൺകംഫർട്ടബിൾ ആയിരുന്നു എന്നുള്ള രീതിയിൽ. അതായത് അദ്ദേഹത്തിന് ഹിന്ദി സംസാരിക്കാൻ നന്നായിട്ട് അറിയില്ല. അപ്പോൾ ഹിന്ദിയിൽ സംസാരിക്കുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അമ്മ ഹിന്ദിയിൽ സംസാരിക്കാവോ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹത്തിനെ അൺകംഫർട്ടബിൾ ആക്കിയില്ലേ എന്ന് മകൾ ചോദിക്കുകയാണ്. ഓക്കെ, और आपने उन्हें कितना अनकंफर्टेबल महसूस करवाया हिंदी में बात करके. എന്നിട്ട് നിങ്ങൾ ഹിന്ദിയിൽ സംസാരിച്ച അദ്ദേഹത്തെ അൺകംഫർട്ടബിൾ ആക്കിയില്ലേ എന്ന് ചോദിക്കുകയാണ്. ക്യാ സപ്ന അച്ചി ലഡ്കി ഹേ, ക്യാ സബ് ഉസെ പ്യാർ കർത്തേ. അല്ലെ, എന്തൊക്കെയാ ചോദിച്ചത്. ക്യാ സപ്ന അച്ചി ലഡ്കി ഹേ, സപ്ന നല്ല കുട്ടിയാണോ. ക്യാ സപ്ന അച്ചി ലഡ്കി നല്ല കുട്ടി. ഓക്കെ, പെൺകുട്ടി ആയതുകൊണ്ടാണ് അച്ചി ലഡ്കി, ആൺകുട്ടിയാണെങ്കിൽ അച്ചാ ലഡ്ക. ഓക്കെ, ക്യാ സപ്ന അച്ചി ലഡ്കി ഹേ, സപ്ന നല്ല കുട്ടിയാണോ. ക്യാ സബ് ഉസെ പ്യാർ കർത്തേ, എല്ലാവർക്കും അവളെ ഇഷ്ടമാണോ. അതായത് മകൾ വീട്ടില് ഒട്ടും ബഹുമാനമില്ല, ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് തന്നെ അമ്മയോട് പെരുമാറുന്ന രീതിയൊക്കെ അമ്മയ്ക്ക് അറിയാം. അപ്പൊ സ്കൂളിൽ അങ്ങനെയാണോ, അല്ലെങ്കിൽ സ്കൂളിൽ എല്ലാവരോടും നന്നായിട്ടാണോ പെരുമാറുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി അമ്മ ചോദിക്കുന്നതാണ് അല്ലേ. ക്യാ സബുസെ പ്യാർ കർത്തേ, എല്ലാവർക്കും അവളെ ഇഷ്ടമാണോ, അവള് പെരുമാറുന്ന രീതി കൊണ്ട് അവളെ എല്ലാവർക്കും ഇഷ്ടമാണോ എന്നൊക്കെ അമ്മ പ്രിൻസിപ്പളോട് ചോദിച്ചിരുന്നു. അപ്പൊ അതൊന്നും അവൾക്ക് ഇഷ്ടമായിട്ടില്ല. അപ്പൊ അമ്മ പറയും, ഇങ്ങനെയൊക്കെയാണോ പ്രിൻസിപ്പളോട് വന്ന് ചോദിക്കേണ്ടേ അല്ലെ. ക്യാ സപ്ന അച്ചി ലഡ്കിയെ, സപ്ന നല്ല കുട്ടിയാണോ. ക്യാ സബുസെ പ്യാർ കർത്തേ, എല്ലാവർക്കും അവളെ ഇഷ്ടമാണോ, ഇങ്ങനെയൊക്കെയാണോ ചോദിക്കേണ്ടതെന്ന് സപ്ന അമ്മയോട് ചോദിക്കുവാണ്. അങ്ങനെ അമ്മയെ കൊണ്ടുവരണ്ടായിരുന്നു, അച്ഛൻ തന്നെ വന്നാൽ മതി എന്നുള്ളൊരു അഭിപ്രായത്തിൽ അവള് ആ ഒരു വഴക്ക് അവസാനിപ്പിച്ചുകൊണ്ട് അവരുടെ ഒരു സംഭാഷണം അവസാനിക്കുകയാണ്. ഇതൊരു നല്ല മൂവിയാണ് കേട്ടോ. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മളെ കൊണ്ടും എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു ഇൻസ്പയറിങ് മൂവിയാണിത്. അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായി അത് കാണുക. നമുക്കൊരു ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളൊരു അപകർഷതാബോധം മാറ്റി വയ്ക്കാനും
അല്ലെങ്കിൽ നമ്മളെ കൊണ്ടും പഠിച്ചെടുക്കാൻ പറ്റും എന്നൊക്കെ തോന്നിപ്പിക്കുന്ന ആ മൂവി നിങ്ങളും കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നമുക്ക് ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഇനിയും കാണാം.